പശ്ചിമ ബംഗാളിലെ ഗംഗാനദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ബോട്ട് യാത്രയെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി. ബംഗാളിലെ ഗംഗാനദി ശുദ്ധമായതിനാലാണ് പ്രധാനമന്ത്രിക്ക് അവിടെ യാത്ര ചെയ്യാൻ കഴിഞ്ഞതെന്നും ഡൽഹിയിലെ മലിനമായ യമുനാ നദിയിൽ ഇത്തരമൊരു യാത്ര നടത്താൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടോ എന്നും മമത വെല്ലുവിളിച്ചു. ഹൗറിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു മമതാ ബാനർജി. പ്രധാനമന്ത്രിയുടെ ബോട്ട് യാത്ര വെറും ഫോട്ടോ എടുക്കാനുള്ള നാടകം മാത്രമാണെന്ന് മമത പരിഹസിച്ചു. നിങ്ങൾ ഗംഗയിൽ ബോട്ട് യാത്ര നടത്തി, അതിൽ സന്തോഷം. ഞാൻ ചന്ദനഗറിലും ഗംഗാസാഗറിലും ഒക്കെ പോകാറുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട് ഒരു വെല്ലുവിളിയുണ്ട്. ഡൽഹിയിലെ യമുനയിൽ പോയി ഒന്ന് മുങ്ങി നിവർത്താൻ നിങ്ങൾക്ക് കഴിയുമോ? ഡൽഹിയിലെ യമുന പൂർണ്ണമായും മലിനമാണ്. സ്വന്തം മൂക്കിന് താഴെയുള്ള യമുന വൃത്തിയാക്കാൻ കഴിയാത്തവരാണ് ബംഗാളിലെത്തി ഫോട്ടോ എടുക്കുന്നതെന്നും മമതാ ബാനർജി പറഞ്ഞു. ജാർ ഗ്രാമത്തിൽ വെച്ച് പ്രധാനമന്ത്രി വഴിയോര കച്ചവടക്കാരന്റെ പക്കൽ നിന്ന് ഒരു ബംഗാളി പലഹാരം കഴിച്ചതിനെയും മമത വിമർശിച്ചു. ഇത് മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥയാണെന്നും കടയ്ക്കുള്ളിൽ ക്യാമറകൾ നേരത്തെ തന്നെ സ്ഥാപിച്ചിരുന്നുവെന്നും അവർ ആരോപിച്ചു. പ്രധാനമന്ത്രി 10 രൂപ നോട്ടുമായി നടക്കുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണെന്നും ബംഗാളിനോട് ശരിക്കും സ്നേഹമുണ്ടെങ്കിൽ താൻ പാകം ചെയ്യുന്ന മീൻകറിയും ചോറും കഴിക്കാൻ വരണമെന്നും മമത കൂട്ടിച്ചേർത്തു. അതേസമയം തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയും പ്രധാനമന്ത്രിയെ പരിഹസിച്ചു. പ്രധാനമന്ത്രി ബംഗാളിലുടനീളം യാത്ര ചെയ്ത് റീൽസുകൾ നിർമ്മിക്കുന്നത് വഴി ബംഗാൾ എത്ര മനോഹരമാണെന്നും മമത സർക്കാർ ഇവിടെ എത്രത്തോളം വികസനം എത്തിച്ചുവെന്നും ലോകം അറിയുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ബംഗാളിലെ നദികൾ എത്ര ശുദ്ധമാണെന്നും ജാർ ഗ്രാമത്തിലെ റോഡുകൾ എത്ര മനോഹരമാണെന്നും പ്രധാനമന്ത്രിയുടെ ക്യാമ്പയിൻ വഴി ആളുകൾ അറിയുന്നു. ബംഗാൾ ടൂറിസത്തിന്റെ ഏറ്റവും വലിയ ബ്രാൻഡ് അംബാസഡറായി മോദി മാറിയിരിക്കുകയാണെന്ന് അഭിഷേക് പരിഹസിച്ചു. തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ബംഗാളിനെ സ്നേഹിക്കുന്ന BJP രാഷ്ട്രീയം ജനങ്ങൾ തിരിച്ചറിയുമെന്നും തൃണമൂൽ നേതാക്കൾ അവകാശപ്പെട്ടു.